ഹലോ, നമ്മുടെ മഴനൂര് മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ കൃഷ്ണജ മോള് ഹോസ്പിറ്റലിൽ അച്ഛനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ബാലചന്ദ്രന് വലിയ സന്തോഷമായി. പക്ഷെ അതിനിടയിലും നമ്മുടെ വൈജയന്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ആകെ വയലൻ്റ് ആവുകയാണ്. എനിക്ക് കാണണ്ട, അവളെ കാര്യം ഇവിടെ ആരും മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി അവൾക്ക് കണ്ട് സന്തോഷമാവണമെങ്കിൽ വന്ന് കണ്ടോളാൻ പറയുക എന്ന് പറഞ്ഞിട്ട് ആ ദേഹത്ത് ഒട്ടിച്ചിരുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് വലിച്ചു പറിച്ച് കളയാനൊക്കെ ശ്രമിച്ചു. ഇത് കണ്ടപ്പോൾ കൃഷ്ണജമ്മക്ക് വലിയ സങ്കടമാവുകയാണ് അല്ലേ. അപ്പോൾ അച്ഛൻ എന്താണ് അമ്മയുടെ പേര് പറയുമ്പോൾ ഇത്രയും ഇതാവുന്നതെന്നുള്ളൊരു പേടി തോന്നി കരയാണ്. അത് കഴിഞ്ഞ് നേഴ്സും കൂടെ വന്ന് ആശ്വസിപ്പിച്ച് സാറെ സമാധാനപ്പെടുന്നു പറഞ്ഞ് കിടത്തി. അത് കഴിഞ്ഞ് ഗുളികയൊക്കെ കൊടുക്കാനുള്ള കൊടുത്തു. കൃഷ്ണജമ്മോള് വെളിയിറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മനുവും നമ്മുടെ വൈജയുണ്ട്. അപ്പോൾ അമ്മ കാണണ്ട, അമ്മയുടെ പേര് പറയുമ്പം തന്നെ അച്ഛൻ വല്ലാണ്ട് വയലൻ്റ് ആവണമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയും മുത്തശ്ശിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബബിത ഒരു ഫ്രണ്ട് വന്നു, അവൻ്റെ കൂടെ ബൈക്കിൽ കയറി അങ്ങ് പോവാണ്. അലീന മാക്സിമം പറഞ്ഞു ബബിത പോവല്ലേ എന്ന്. മുത്തശ്ശിയും പറ്റാവുന്ന അത്രയും പറഞ്ഞു. പക്ഷെ എന്നിട്ട് അവൾ അഹങ്കാരത്തോടു കൂടെ തന്നെ അവൻ്റെ കൂടെ കയറിയിരുന്ന് ബൈക്കിൽ കയറി പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അലീന അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുറത്താരോ വരെ ഒന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ അലീന ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ചെന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോൾ പരിചയമില്ലാത്തവരാണ്. അപ്പോൾ എന്തായാലും ഒരു ആണും ഒരു പെണ്ണും ആണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ബാലേന്ദ്രൻ സാറിനെ ചിലപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും തിരക്കി വന്നതാണോ എന്ന് കരുതിയിട്ട് ആ ഡോറ് തുറന്നിട്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈജയുടെ ആങ്ങളെയാണ്, ഞങ്ങൾ നീലഗിരിയിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അലീന പെട്ടെന്ന് ഷോക്ക് ആവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ വൈജ അമ്മയുടെ അങ്ങനെ പറയുമ്പോൾ വല്യച്ഛനാണ്. അപ്പോൾ ഗംഗാധരൻ അല്ലേ, ആ ഒരു രീതിയിൽ വൈജ അപ്പം അകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് അലീന വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീനെ കണ്ട സ്പോട്ടിൽ തന്നെ നമ്മുടെ മാലതിയും ഗംഗാധരനും ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. എന്ന് വെച്ചാൽ മീൻസ് അങ്ങനെയല്ല, ഒരു സർവൻ്റ് ആണ് വീട്ടിലുള്ളതെന്ന് അറിയാം. അപ്പോൾ സർവൻറ്റിൻ്റെ ഒരു ഇതൊന്നും അല്ല അലീനയ്ക്ക്. പെട്ടെന്ന് കണ്ടപ്പോൾ എവിടെയോ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുകയാണ് അലീനയുടെ ആ മുഖത്തിന്. നല്ലൊരു കുടുംബത്തുള്ള കുട്ടി നമ്മുടെ ആരോ ആണ് എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് രണ്ടുപേർക്കും ഒരുപോലെ തോന്നുകയാണ്. അങ്ങനെ അവരകത്ത് വന്നു. അപ്പം അലീന പറഞ്ഞു മാഡം ഇല്ല, മാഡം ഹോസ്പിറ്റലിലാണ്, കൃഷ്ണമോളും പോയി, ബബിതയില്ല, ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോയിക്കാണ്, ഞാനും മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അമ്മയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ഗംഗാധരനും മാലതിയും കൂടെ അമ്മയെ കാണാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അപ്പം മുത്തശ്ശി അലീനെ നോക്കിയപ്പോൾ മുത്തശ്ശി സന്തോഷം കൊണ്ട് സങ്കടപ്പെടുകയാണ്. നീ വന്നോ ഗംഗാധര, എത്ര നാളായി, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി സങ്കടവും പരിഭവവും ഒക്കെ പറയാണ്. അപ്പോൾ അവർ ചോദിക്കേണ്ടത് ഇത് ഇവിടുത്തെ സർവൻ്റ് അല്ലേ അമ്മ? അതെ, അവളുള്ളതുകൊണ്ടാണ് മോനെ ഞാനിപ്പോഴും ജീവിച്ചിരിക്കണം, ഒന്നും പറയേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ. ആ ബാലചന്ദ്രൻ എന്താ പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ 2 ദിവസം എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. ഇവിടെ വന്നിട്ടോ എന്താ കുടിയായിരുന്നു. ഈ കൊച്ചു ചെന്ന് നോക്കിയപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും ആ കൊച്ചിന് പതിവുള്ളതല്ല. എന്തോ പറ്റിയിട്ടുണ്ട് എൻ്റെ ബാലേന്ദ്രന്. എങ്ങനെയാണ് ഇവിടെ ഉള്ളൊരുത്തി സമാധാനം കൊടുക്കുമോ മനുഷ്യർക്ക്? അവനെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു ഞാൻ എന്തായാലും ഭക്ഷണം എന്തെങ്കിലും എടുക്കാം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് മോളെ വന്ന്, അപ്പോൾ ചായ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നാൽ ചായ ശരി, ഞാൻ പോയിട്ട് വരാം, അവർ കുടുംബകാര്യങ്ങളൊക്കെ പറയുന്നില്ല, അതിൻ്റെ ഇടയിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് അലീന ചായയൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറയാണ്, ഇവിടെ ഇന്നതുപോലെയൊക്കെയാണ്. പിന്നെ അപ്പോൾ അവർ അലീനയെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ 3-4 മാസമായി മോനെ ഇവിടെ വന്നിട്ട് എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരുത്തേണ്ടത് ആ കുട്ടി നോക്കുന്നത്. ഇവിടെ എനിക്കും ബാലചന്ദ്രനും കൃഷ്ണജയ്ക്കും മാത്രമേ അതിനെ ഇഷ്ടമുള്ളൂ. വൈജയന്തിക്കാണെങ്കിൽ കണ്ണെടുത്താൽ കാണാൻ പാടില്ല. എന്താ അതിനെ എന്തിനും ഏതിനും അതിനെ കുറ്റപ്പെടുത്തലും ഒക്കെ തന്നെ. അതിൻ്റെ ഇടയിൽ രോഹിത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായി, അത് ആശുപത്രിയിലായി. ഹരിയും നമ്മുടെ രോഹിത്തും കൂടെ അവരുടേതായ കുസൃതികൾ ഓരോന്ന് ഒപ്പിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ, അതൊക്കെ പറയണമെങ്കിൽ വിശദമായ കുറേ ടൈം തന്നെ വേണ്ടി വരും.
അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ഒന്നും പറയണ്ട. എന്തായാലും ആ കൊച്ച് ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ പോകുമെന്നും പറഞ്ഞ് നിൽക്കുക. അതെന്താ പോണേ? പൈജി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവളുടെ സ്വഭാവം ഇതെന്തുവാ? എന്ത് സ്വഭാവം! എടുത്തടിച്ചുള്ള മറുപടി, മറ്റുള്ളവരുടെ അടുത്തൊരു സ്നേഹത്തോടുള്ളൊരു വാക്ക് പോലും അവളെ വായിന്ന് വരില്ല. എനിക്ക് തന്നെ ഉണ്ടായതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഈ കുട്ടീനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അപ്പോൾ പറഞ്ഞാൽ ഇത് നിൻ്റെ അച്ഛനുള്ള സമയത്ത് മനുവും അച്ഛനും കൂടെ പോയി കൂട്ടിക്കൊണ്ടുവന്നത്. എങ്ങോട്ടോ തിരുവനന്തപുരത്തു നിന്നോ അവിടെ നിന്ന് എങ്ങോട്ടോ, എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. അതിനും മറ്റും ആരുമില്ല, അനാഥയാണ് എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ മാലതിക്കും ഗംഗാധരനും എന്തോ ഉള്ളിലൊരു നമ്മൾ ഈ പറയാറില്ല, എന്തോ ഒരു പെട്ടെന്നൊരു ഷോക്ക് പോലെ ഒരു തോന്നൽ. അപ്പോൾ അത് ഇങ്ങനെ അവർ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അലീന വരികയാണ്. അപ്പോൾ സാർ ഞാൻ ചായ എടുത്തിട്ടുണ്ട്, അപ്പോൾ ചായ കുടിക്കാം. അങ്ങനെ എന്നാൽ അമ്മ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ ഡൈനിങ് ടേബിളിലോട്ട് പോവാണ്. എന്നാൽ നിങ്ങൾ ഫ്രഷൊക്കെ ആയിട്ട് വാ മോനെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അലീനയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എവിടെയായിരുന്നു? അപ്പോൾ അലീന ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായി സത്യസന്ധമായിട്ട് മറുപടിയൊക്കെ പറയണം. കാര്യം അവർക്ക് രണ്ടുപേർക്കും ഉള്ളിൽ എന്തോ ഒരു തോന്നൽ, ഒരു സംശയം അലീനയെക്കുറിച്ച്. അപ്പോൾ പറയുന്നുണ്ട്, എവിടെയാണ് നിൻ്റെ കറക്റ്റ് സ്ഥലം? നിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്കറിയാവോ? അപ്പോൾ പറയും, എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ ഒരു തിരുവനന്തപുരത്ത് കഴിക്കൂട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞങ്ങളുടെ ബൃദ്ധാമ്മ എന്ന് പറയുന്ന ഒരു അമ്മ കുറച്ച് കുട്ടികളെ ഇങ്ങനെ അനാഥാലയത്തിലെ പോലെ എടുത്ത് വളർത്തിയതാണ്. അപ്പോൾ നീ ഇവിടെ വരാൻ കാരണം ആരാ? അത് ഇവിടുത്തെ മനുവേട്ടനും മുത്തശ്ശനും കൂടെ വന്ന് ഒരു ദിവസം എന്നെ കണ്ടിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ആ മുത്തശ്ശൻ നിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാറുണ്ടോ? ഇല്ല, ഞാനന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് മുത്തശ്ശനെ. മുത്തശ്ശൻ അവിടെ കുറേ പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവിടുത്തെ ബൃദ്ധാമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് വേറെ കൂടുതലൊന്നും അറിയില്ല. ഈ അമ്മയ്ക്ക് എങ്ങനെ ഈ മുത്തശ്ശനെ പരിചയമൊന്നുമില്ല, അറിയോ? അതെനിക്കറിയില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു, അപ്പോൾ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ് അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങളുള്ള കുറച്ച് കുട്ടികളെ സേഫായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ പാലയിൽ വന്ന് മുത്തശ്ശനെ കണ്ട് സംസാരിച്ചിട്ടാണ് ഒരു ദിവസം മുത്തശ്ശൻ വന്ന് എന്നെ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, ഇവിടുത്തെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇത്രേ അറിയാവുള്ളൂ എന്ന് നമ്മൾ അലീന പറയുന്നുണ്ട്. അലീനയുടെ ഉള്ളിലൊരു ഭയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയമായിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന്. എന്നിട്ട് പിന്നെ അലീന ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ ഈ ഗംഗാധരൻ എൻ്റെ വല്യച്ഛനല്ലേ, ഈ വല്യച്ഛനും വല്യമ്മയ്ക്കൊക്കെ ചിലപ്പോൾ എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ അറിയാൻ പറ്റുമോ? എങ്ങനെ അതൊക്കെ ഒന്ന് അറിയുക, എങ്ങനെ ഒന്ന് ചോദിക്കുക? ഇതിനൊന്നും ഒരു ഇതും കിട്ടുന്നില്ല. അലീനയ്ക്ക് എന്ത് ചോദിക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഗംഗാധരൻ്റെയും മാലതിയുടെയും ഉള്ളിൽ അലീനയെക്കുറിച്ച് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. എല്ലാം തിരുവനന്തപുരവും അച്ഛൻ പോയി കണ്ടു അങ്ങനെയൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എവിടെയോ ഒരിത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗംഗാധരൻ്റെ മാലതിയും കൂടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ അനാഥാലയത്തിൽ ആ അമ്മ എടുത്ത് വളർത്തിയ കുട്ടികളിൽ ഏതെങ്കിലും കുട്ടികൾ ചെറുതിലെ മരിച്ചിട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. പിന്നെ അലീനയ്ക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചപ്പോൾ 22 വയസ്സെന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് ഞെട്ടുകയാണ്. എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു പോയിന്റിൽ തന്നെയാണ് അവർ ചെന്നെത്തുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലെ പല സംശയങ്ങളാണ്. ഈ രഹസ്യങ്ങളൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയോ? ഇനി ഇതാണോ വൈജയന്തിയുടെ കുട്ടി? അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ അവരുടെ ഉള്ളിൽ കയറി വരെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലാണ്. നമ്മുടെ ബാലചന്ദ്രൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ ബാലചന്ദ്രനെ കാണാൻ വരികയാണ്. അങ്ങനെ അകത്ത് നിന്ന് നേഴ്സിനോട് പറഞ്ഞപ്പോൾ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ പെങ്ങളുടെ ഹസ്ബൻഡ് കയറി കണ്ടു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ടെൻഷനൊന്നും നീ അടിക്കണ്ട, അങ്ങനെയൊക്കെ അടിച്ചിട്ട്. അതെ, ടെൻഷൻ മനുഷ്യൻ്റെ ജീവിതമല്ലേ, അതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ച് നേരം സംസാരിച്ചിട്ട് പെങ്ങളുടെ ഹസ്ബൻഡിങ് പുറത്തോട്ട് വരികയാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ വൈജയ്ക്കാണെങ്കിൽ പിടിച്ചിട്ട് നിൽക്കേണ്ട ദേഷ്യവും സങ്കടവും ഇമോഷൻസും എല്ലാം കൂടെ അങ്ങ് വരിക. ഇവിടെ എന്താണ്, എല്ലാവർക്കും കയറി കാണാം, സംസാരിക്കാം. എന്നോട് ഏതാണ്ടോ ഭ്രഷ്ട് കൽപ്പിച്ചാണ് ബാലേന്ദ്രൻ പെരുമാറുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും വഴക്കുണ്ടായോ? പിന്നെ എന്താണ്? എനിക്കൊന്നും മനസ്സിലാവണ്ട. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വൈജയെ നീ ഒന്ന് സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞ് പെങ്ങളുടെ ഹസ്ബൻഡ് വൈജയെ സമാധാനപ്പെടുത്തിയിട്ട് അയാൾ പോവാണ്. അപ്പോൾ മനു അവിടെ പറയുന്നുണ്ട്, അതെ ആൻറ്റി, വലിയ
ദേഷ്യമൊന്നും വേണ്ട, ഇവിടെ കിടന്ന് ചാടിയതുകൊണ്ട് ഒരു കാര്യമില്ല, അങ്കിൾ സമ്മതിക്കാണ്ട് വല്ല കാര്യമുണ്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഗംഗാധരൻ നമ്മുടെ വൈജയന്തിയെ ഫോൺ ചെയ്യാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ കാപ്പാട്ട് വന്നിട്ടുണ്ട്, അമ്മയുടെ അടുത്താണ്. അപ്പോൾ ഇപ്പോൾ വന്നാൽ ബാലേന്ദ്രനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല ഗംഗേട്ടാ, ഇവിടെ ഇത്രയും ദിവസമായിട്ട് കൂടി എന്നെ ഒന്ന് കയറ്റി വിടാൻ ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല. എന്താ ദേഷ്യം, എന്നെ ഏതാണ്ട് ഭ്രഷ്ട് കൽപ്പിച്ച് നിർത്തിക്കുന്ന പോലെ ഇവിടെ നിർത്തിക്കണം. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ എന്താ റോളൊന്നും കൂടി എനിക്ക് മനസ്സിലാവണ്ട. നിങ്ങൾ വന്നിട്ടും കാര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അമ്മാതിരി ദേഷ്യമാണ്, എന്താ കാര്യമെന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഞങ്ങളെന്താ വരുന്നില്ല, നാളെ ആവട്ടെ, നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരാം. ഓക്കെ, എന്തായാലും നിങ്ങൾ വന്നല്ലോ ഗംഗേട്ടാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം മഴതോറും മുൻപേ സീരിയലിൽ ഇതാണ് ഏകദേശം ഒരു ഇൻട്രോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്താണ് ഞാൻ ഈ ഇൻട്രോ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിൽ വളരെ വിശദമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് മഴതോറും മുൻപേ നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ വരും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു സൺഡേ വിഷ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.